സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ യൂണിറ്റിന്റെ 34ാമത്തെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. മുത്തൻകുഴി SNDP ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സാന്ത്വന പെൻഷൻ വിതരണവും നടത്തി. പങ്കാളിത്ത പെൻഷൻ നിയമം പിൻവലിച്ച് പരമ്പരാഗത പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീമഹർജി രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 70, 80, 90, 100 വയസ്സായ പെൻഷൻകാർക്ക് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിവേദനം നടത്തിയതിന്റെ ഫലമായി 2019 പെൻഷൻ പരിഷ്കരണത്തിന് നമുക്ക് 80 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് 1000 രൂപ അനുവദിച്ചു കൊടുക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ട്. 2026 സാന്ത്വന പെൻഷൻ വിതരണോദ്ഘാടനം കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ നിർവഹിച്ചു. അർഹരായ 2 പേർക്കാണ് സാന്ത്വന പെൻഷൻ നൽകുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് CV ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജു TS സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി യമൻ സദാശിവൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സജി PN വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിജു P നായർ, സണ്ണി ജോസഫ് മാവറ, ഗ്രേസി ഷാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് MV കുര്യാക്കോസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണം, DR കുടിശ്ശിക എന്നിവ അടിയന്തരമായി നടപ്പിലാക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന പ്രമേയം കമ്മിറ്റി അംഗം AM ജോർജ് അവതരിപ്പിച്ചു. PFRDA നിയമം പിൻവലിച്ച് പരമ്പരാഗത പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിക്കാനും സംഘടന തീരുമാനമെടുത്തിട്ടുണ്ട്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് OP ജോയ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി പൈലി M നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.